ഹലോ ഗൈസ്, പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെയാണ് എടുക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 28 മെയ് ആണല്ലോ. ഗൈസ്, സോ 28 മെയ് എന്നാണ് നമ്മൾ നമ്മുടെ ഫസ്റ്റ് വ്ളോഗ് ഇട്ട് തുടങ്ങിയത്. സോ കഴിഞ്ഞ വർഷം നമ്മുടെ അജാക്സിൻ്റെ ബർത്ത്ഡേ വ്ളോഗായിട്ടാണ് ഞാൻ വ്ളോഗിങ് തുടങ്ങിയത്. സോ അതിന് ശേഷം എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാര്യങ്ങൾ പറയാം. അപ്പോൾ നമ്മൾ ഇനിയിപ്പം അജാക്സിൻ്റെ ബർത്ത്ഡേ പാർട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് ഫുഡ് അടിക്കാൻ പോവാണ്. സോ ഫുഡ് അടിക്കാൻ പോകുന്ന സ്ഥലവും അവിടെ എന്താ നമ്മൾ കഴിക്കുന്നതൊക്കെ കാണിച്ചു തരാം. അതിന് ശേഷം ബാക്കി നമ്മുടെ സെലിബ്രേഷൻ വ്ളോഗ് തുടരാം. നമ്മളങ്ങനെ ഫുഡ് അടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ മന്തിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു ക്വാർട്ടർ അൽഫാം മന്തിയും ക്വാർട്ടർ നോർമൽ മന്തിയും സംഭവം എത്തിയിട്ടുണ്ട്. സോ അതേ നമ്മളൊരു അൽഫാമിൻ്റെ പീസ് അങ്ങോട്ട് എടുക്കുക. എന്നിട്ട് മയോണീസും ടൊമാറ്റോൻ്റെ സോസും എന്തോ പ്രത്യേകതര ചട്നിയും ഒക്കെ എടുത്തിട്ട് അങ്ങോട്ട് കഴിക്കുക. സോ ഗൈസ്, അപ്പോൾ അങ്ങനെ ഇന്ന് വന്നിട്ട് പണിക്ക് പോയി തിരിച്ചെത്തിയിരിക്കുകയാണ്. സോ ഇന്നലെ ഞാൻ തുടക്കത്തിൽ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സോ അതിനെക്കുറിച്ച് ഞാൻ പറയാം. നമ്മൾ വ്ളോഗ് തുടങ്ങിയിട്ട് ഇന്ന് ഒരു കൊല്ലം, ഇന്നലെ ആയിരുന്നു ഒരു കൊല്ലം എത്തിയിരിക്കുകയാണ്. സോ ഈ ഒരു കൊല്ലത്തിൽ പല കാര്യങ്ങൾ നടന്നു, പല എക്സ്പീരിയൻസസ് ഉണ്ടായി, പല കാര്യങ്ങൾ പഠിക്കാൻ പറ്റി, പലരുമായി മീറ്റ് ചെയ്തു. പിന്നെ വ്ളോഗ് കാരണം കുറേ പേരെ കണ്ടുമുട്ടാൻ സാധിച്ചു. കുറേ പേര് അവരുടെ കാര്യങ്ങളൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. അപ്പം അങ്ങനെ നമ്മൾ വ്ളോഗ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു വർഷമായി ഗൈസ്. അപ്പോൾ ഈ ഒരു നിമിഷത്തിൽ എനിക്ക് പലരോടും നന്ദി പറയാനുണ്ട്. കാരണം ഇപ്പം നിങ്ങൾ ഈ വ്ളോഗ് കണ്ടുകൊണ്ടിരിക്കുന്ന പലരും എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് വ്ളോഗിൽ. സോ പലരും വ്ളോഗ് എടുത്ത് തന്നിട്ടായിട്ട് ഇപ്പോൾ മെയിൻലി പറയുകയാണെങ്കിൽ അഞ്ജുവിന് പ്രത്യേക നന്ദി അറിയിക്കേണ്ടതുണ്ട്. കാരണം എനിക്ക് എടുക്കാൻ പറ്റാത്ത സമയത്ത് പോലും എനിക്ക് വേണ്ടി വ്ളോഗ് എടുത്ത് തന്നിട്ടുണ്ട് അവള്. കാരണം ഒരു 2 ദിവസത്തോളം എനിക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. സോ ആ ഒരു ടൈമിൽ പോലും അവൾ വ്ളോഗ് എടുത്ത് തന്നിട്ടുണ്ട്, വിക്കി എടുത്ത് തന്നിട്ടുണ്ട്, അബി എടുത്ത് തന്നിട്ടുണ്ട്. സോ ഇവർ 3 പേരും ഇനി വളരെയധികം സഹായിച്ചിട്ടുണ്ട്. പിന്നെ അഞ്ജുവിന് വ്ളോഗിങ് ഇഷ്ടം ഉള്ളത് കൊണ്ട് തന്നെ ഗേൾസിൻ്റെ പെർസ്പെക്റ്റീവിലുള്ള വ്ളോഗ്സും കാര്യങ്ങളൊക്കെ അവളാണ് എടുത്ത് തന്നുകൊണ്ടിരുന്നത്. എനിക്കത് എടുക്കാൻ പറ്റിയിട്ടില്ല. സോ അതും നമ്മുടെ വ്ളോഗിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയതും പിന്നെ അങ്ങനെ പലർക്കും നമ്മുടെ വ്ളോഗ് കാണാൻ താല്പര്യം തോന്നിയതും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സോ ഇവരോടൊക്കെ ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. പിന്നെ എൻ്റെ കൂടെ VIP ഉണ്ടായിരുന്ന എല്ലാ മലയാളി ഗേൾസിനോടും കടപ്പെട്ടിരിക്കുന്നു. കാരണം അവരും വ്ളോഗിൽ ഇടയ്ക്കൊക്കെ കയറി വരുമ്പോൾ അവരുടേതായ ഇൻപുട്ടുകൾ തന്നിട്ടുണ്ട്. അങ്ങനെ അവരുടേതായ പല കാര്യങ്ങളും നമ്മൾ കണ്ടൻ്റ് ആക്കിയിട്ടുമുണ്ട്. സോ അങ്ങനെ വളരെയധികം എല്ലാവരോടും നന്ദിയുണ്ട് ഗൈസ്. പിന്നെ വേറെ നമ്മുടെ കൂടെ പഠിച്ചവർ, കൂടെ കോളേജിലുണ്ടായിരുന്നവർ, പഴയ റൂംമേറ്റ്സ്, പഴയ കൂടെ പഠിച്ചവർ, അങ്ങനെ പലരുമായിട്ട് കുറേ പേരെ സഹായിച്ചിട്ടുണ്ട്. VITയിലും എൻ്റെ ഒരു കൂടെയുള്ള ഫ്രണ്ട്സ് എല്ലാവരും തന്നെ സഹായിച്ചിട്ടുണ്ട്. ഒന്നല്ലെങ്കിൽ വ്ളോഗിൽ വന്നിട്ടോ അല്ലെങ്കിൽ വ്ളോഗിൽ കണ്ടൻറ്റ് തന്നിട്ടോ എന്തെങ്കിലുമൊക്കെ കാര്യമായി വ്ളോഗ് കണ്ടിട്ടോ വ്ളോഗ് ഷെയർ ചെയ്തിട്ടൊക്കെ ആയിട്ട് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. പിന്നെ വ്ളോഗ് ഉള്ളതുകൊണ്ട് കുറേ ഗുണങ്ങളും കിട്ടിയിട്ടുണ്ട്. സോ അതിനും എല്ലാവരോടും നന്ദി പറയുകയാണ്. പിന്നെ പറയാമെന്ന് വെച്ചാൽ വ്ളോഗ് ആയാലും പല ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട് ഗൈസ്. പിന്നെ വ്ളോഗ് കാരണം എൻ്റെ കൂടെ വ്ളോഗിൽ വന്നവർക്കും ഗുണമുണ്ടായിട്ടുണ്ട്. കാരണം അവരെ 10 ആൾ അറിയുന്നുണ്ട്. അവരും അവരെ അറിഞ്ഞ് ഇപ്പോൾ ലൈക്ക് പുറത്ത് പോയാൽ അവരെ തിരിച്ചറിയുന്നു. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായി ഗൈസ്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ VITയിൽ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പലരും കാണാൻ തുടങ്ങി. അവരുടെ യൂട്യൂബ് ഹോം പേജിലൊക്കെ വരാൻ തുടങ്ങിയെന്ന് അറിയാൻ സാധിച്ചു ഗൈസ്. അതൊക്കെ ഒരു അച്ചീവ്മെൻ്റ് ആണ് ഗൈസ്. കാരണം അവർ തുറന്നു നോക്കുമ്പോൾ പെട്ടെന്ന് ഒരു എൻ്റെ മുഖം കണ്ടിട്ട് പിന്നെ എന്നെ കാണുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട്, എടാ നീ വ്ളോഗ് ചെയ്യുന്നുണ്ടല്ലേ, ഇന്നലെ നിന്നെ യൂട്യൂബിൻ്റെ ഹോം പേജിൽ കണ്ടു. സോ ഞാൻ ഷട്ടിൽ കളിക്കാൻ പോയിക്കൊണ്ടിരുന്നല്ലോ. സോ ഷട്ടിൽ കളിക്കാൻ പോകുന്നിടത്ത് ഒരു പയ്യൻ, ജൂനിയർ പയ്യനാണ്. സോ അവൻ പെട്ടെന്ന് കളിക്കാൻ ചെന്നപ്പോൾ ഒരു ദിവസം ബ്രോ വ്ളോഗറാണല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ വ്ളോഗറാണെന്ന് ഞാൻ ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞപ്പോഴാണ് അവൻ പറഞ്ഞത് ലൈക്ക് കഴിഞ്ഞ ദിവസം അവൻ യൂട്യൂബ് ജസ്റ്റ് ഇങ്ങനെ സർഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവൻ്റെ ഹോം പേജിൽ എൻ്റെ മുഖം കണ്ടു. അപ്പോൾ എടുത്തു നോക്കി കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു വീഡിയോൻ്റെ കേസ്, വ്ളോഗിങ്ങിൻ്റെ കേസും അവൻ കണ്ടതെന്ന് പറഞ്ഞു. സോ അങ്ങനെയാണ് കാര്യങ്ങൾ. സോ എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. നിങ്ങളെല്ലാവരുടെയും സഹായം സപ്പോർട്ടില്ലെങ്കിൽ ഞാൻ ഒരു 1 ഇയർ തീർക്കുമായിരുന്നില്ല. കാരണം തുടങ്ങിയപ്പോൾ ജസ്റ്റ് ഒരു ഫണ്ടിന് തുടങ്ങി. പിന്നീട്
തുടങ്ങിയത് ഇവിടെ നാട്ടിൽ വെച്ചായിരുന്നു. സോ അതിന് ശേഷം കോളേജിൽ നിന്ന് കഴിഞ്ഞപ്പോഴും എല്ലാവരും വ്ളോഗ് പിന്നെ ഞങ്ങൾ പുറത്ത് റാവേ എന്ന് പറഞ്ഞിട്ട് വില്ലേജ് സ്റ്റേ ഒക്കെ പോയി കഴിഞ്ഞപ്പോഴും എല്ലാവരും അവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിക്കുക. നാട്ടിലുള്ളവർക്കൊന്നും അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല. സോ അതൊക്കെ കാണാൻ വേണ്ടി അങ്ങനെ പല പല കാരണങ്ങളാൽ നമ്മളിങ്ങനെ തട്ടിമുട്ടി ഇങ്ങനെ വന്നു ഗൈസ്. സോ 1 വർഷം തീർന്നിട്ടുണ്ട്. സോ ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ തന്നെയാണ് എൻ്റെ പ്ലാൻ. നമ്മളിനി ജോലിക്കൊക്കെ പോയി തുടങ്ങി. സോ പറ്റുന്ന രീതിയിൽ മാക്സിമം കണ്ടൻറ്റ് എത്തിക്കുന്നതായിരിക്കും. സോ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും വളരെയധികം നന്ദിയുണ്ട് ഗൈസ്. സോ നിങ്ങളില്ലെങ്കിൽ നമ്മൾ ഈ വ്ളോഗ് സെറ്റപ്പ് ആവില്ലായിരുന്നു. സോ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം. എല്ലാവരും ഇനിയും നിങ്ങളുടെ സ്റ്റാറ്റസായിട്ടോ സ്റ്റോറി ആയിട്ടോ ഒക്കെ ഷെയർ ചെയ്ത് കുറച്ചുകൂടി സബ് നമുക്ക് കിട്ടിയാലാണ് നമുക്ക് കുറച്ചുകൂടി മാച്ച് അവേഴ്സ് കിട്ടിയാലാണ് ഫണ്ട് കിട്ടി തുടങ്ങിയാൽ എന്നെ സഹായിച്ച എല്ലാവർക്കും എൻ്റെ ഗിഫ്റ്റ് ഉള്ളതായിരിക്കും എന്ന് ഞാൻ അറിയിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് പവറാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഫണ്ട് കിട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ഗിഫ്റ്റ് അയച്ചു തരാം. സോ ഇതൊക്കെയാണ് കാര്യങ്ങൾ. സോ ഇതിൻ്റെ ഒരു തമിഴ് വെർഷൻ കൂടി ഞാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാം. കാരണം കുറച്ച് പേര് നമ്മുടെ ഫ്രണ്ട്സ് നമ്മളെ സഹായിച്ചവരൊക്കെ തമിഴ് പിള്ളേരാണ്. അവർ പലരും ഇന്ന് വ്ളോഗില്ലേ ഉച്ചയ്ക്ക് വൈകിട്ട് രാത്രിയൊക്കെ ഫുഡ് അടിക്കാൻ പോകുമ്പോൾ മെസ്സിൽ അവർ കാണുമ്പോൾ ചോദിക്കും ഇന്ന് വ്ളോഗില്ലേ ഇന്നെന്താ കണ്ടൻറ്റ് അങ്ങനെ ഇങ്ങനെ. പിന്നെ അവർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ വ്ളോഗ് എടുക്കണമല്ല. പിന്നെ ഞാൻ പല സമയത്തും എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അറിയാണ്ട് വ്ളോഗ് എടുക്കാൻ മറന്നു. പക്ഷേ നിങ്ങൾ പലരും എൻ്റെ കൂടെയുള്ള പലരും സഹായിച്ച് എടാ വ്ളോഗ് എടുക്കുന്നില്ലേ, ഫോൺ താ ഞാൻ വ്ളോഗ് എടുത്തു തരാം അങ്ങനെ പറഞ്ഞിട്ട് കുറേ പേര് വ്ളോഗ് എടുത്ത് തന്നിട്ടുണ്ട്. ഇപ്പം അഞ്ജു ആയാലും അനു ആയാലും ഇവരൊക്കെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. സോ എല്ലാവർക്കും വളരെയധികം നന്ദി. ഇവിടെ വെച്ച് ഞാൻ വീഡിയോന് എൻഡ് ചെയ്യാണ്. ഇപ്പം തന്നെ ഒരു 6 മിനിറ്റ് ആയിരുന്നു വിചാരിക്കുന്നു. സോ എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. സോ താങ്ക് യു ഫോർ വാച്ചിങ് വൺസ് അഗെയിൻ. അപ്പോൾ നാളും അടിപൊളി വ്ളോഗായിരുന്നു. എല്ലാവർക്കും